നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്താ വിശേഷങ്ങളിൽ ചിലത് അറിയാം. 7th ഡേ അപ്ഡേറ്റിൽ പറഞ്ഞോളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തന്റെ കയ്യിൽ മറുപടികളൊന്നുമില്ലെന്നും ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കമാകട്ടെ എന്നും താൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ല എന്നും മോഹൻലാൽ പ്രതികരിച്ചു. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു എന്ന് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിപ്പോ എന്താപ്പത്? ഏട്ടനും മിക്കയും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇടതുമുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റി. TP രാമകൃഷ്ണൻ MLA ആണ് പുതിയ കൺവീനർ. ലോക്സഭാ ഇലക്ഷൻ ദിവസത്തെ BJP ഇൻവിറ്റേഷനെ കുറിച്ചുള്ള എന്തെങ്കിലും വെളിപ്പെടുത്തൽ കേട്ട് പേടിച്ചിട്ടെങ്ങാനും? അത് പണ്ടല്ലേ. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും ഒരുപോലെ വെട്ടിലാക്കുന്ന ആരോപണ വെളിപ്പെടുത്തലുകൾ നടത്തി MLA PV അൻവർ. ADGP MR അജിത് കുമാർ ക്രിമിനലാണെന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പിണറായിയെ കുഴിയിൽ ചാടിക്കുന്നുവെന്നും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല എന്നും ആരോപണവും പരാതി സമർപ്പിക്കലും നടത്തി. ADGPയെ വേദിയിലിരുത്തി അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യൻ. ആരോപണങ്ങൾ പാർട്ടിയും അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അതെ, എന്ത് പ്രഹസനമാണ് എന്ന് ചോദിക്കാൻ പറ്റിയ സമയ. സിനിമയിലേതിന് സമാനമായി കോൺഗ്രസ് പാർട്ടിയിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന ആരോപണം ഉന്നയിച്ച വനിതാ നേതാവ് സിമി റോസ്ബെൽ ജോണിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. മാധ്യമങ്ങൾക്ക് മുൻപിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അധിക്ഷേപിച്ചതിനാണ് സിമി റോസ്ബെൽ ജോണിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് KPCC പറഞ്ഞു. മൊത്തത്തിൽ ആരോപണങ്ങളുടെ കണക്ക് കൂടുകയാണല്ലോ. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരുന്നു. കേസിനെ തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച നിവിൻ പോളി പരാതിക്കാരിയെ അറിയില്ലെന്ന് പറഞ്ഞു. പരാതി വ്യാജമെന്ന് പറയുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ച് വിനീത് ശ്രീനിവാസനും രംഗത്ത് വന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ, അതൊക്കെ തന്നെ. പിന്നെ ബാക്കിയുള്ളവർക്കെതിരെയുള്ള ആരോപണങ്ങൾ കുറെ നാൾ മുന്നേ ആയോണ്ട് അതൊക്കെ എന്തായെന്ന് അങ്ങോട്ട് ഒരുപാടുണ്ടല്ലോ. ഈ മാസം 28-ന് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ. അപ്പോ ഇത്തവണ വള്ളംകളി ഉണ്ട്. സെറ്റ്. ഈ ആഴ്ച സിംഗപ്പൂർ, ബ്രൂണൈ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി നരേന്ദ്രമോദി. ഇന്നലെ എത്തിന്ന് കേട്ടു. അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ നികുതി വെട്ടിപ്പ് കേസിൽ കുറ്റസമ്മതം നടത്തി. ബെസ്റ്റ്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ഒരുക്കമായിരിക്കുകയാണ്. കേരളത്തിന്റെ ആവശ്യത്തെ തമിഴ്നാട് എതിർത്തെങ്കിലും അത് തള്ളി. പരിശോധിക്കട്ടെ പൊട്ടുന്നതിന് മുന്നേ. കാർഷിക സർവകലാശാലകളിൽ സംവരണം അട്ടിമറിച്ച് ലാറ്ററൽ എൻട്രി. സീനിയർ ശാസ്ത്രജ്ഞരുടേതടക്കമുള്ള പോസ്റ്റുകളിലാണ് ഈ അട്ടിമറി നടന്നിരിക്കുന്നത്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? സ്ലീപ്പർ കോച്ചുകൾ മാത്രമുള്ള വന്ദേ ഭാരത് ട്രെയിൻ 3 മാസത്തിനകം സർവീസ് ആരംഭിക്കും. ആദ്യ കോച്ചുകളുടെ നിർമ്മാണം പൂർത്തിയായി. പിള്ളേര് പ്ലാനിങ് ഫോർ നെക്സ്റ്റ് ട്രിപ്പാ. ക്രിസ്മസ് ഹോളിഡേയ്സിൽ വന്ദേ ഭാരതില്. അടുത്തിടെ പുറത്തിറങ്ങിയ IC-814 ദ കാണ്ടഗാർ ഹൈജാക്ക് വെബ് സീരീസ് സംബന്ധിച്ച വിവാദത്തിൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ കണ്ടന്റ് മേധാവി മോണിക്ക ഷെർഗിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയ വികാരങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് ഭാവിയിൽ സ്ട്രീം ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസുകളുടെ ഉള്ളടക്കം അവലോകനം ചെയ്യുമെന്ന് നെറ്റ്ഫ്ലിക്സ് കേന്ദ്രത്തിന് ഉറപ്പ് നൽകിയെന്നും അറിയാൻ കഴിയുന്നു. നെറ്റ്ഫ്ലിക്സിനെയും വരച്ച വരയിൽ. സമരം തുടരുന്ന കർഷകരെ കേൾക്കുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും ഉന്നത അധികാര സമിതി രൂപീകരിച്ച് സുപ്രീം കോടതി. നല്ല കാര്യം. അടുത്ത കാര്യം, പ്രതിപ്പട്ടികയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഒരാളുടെ വീട് നിരത്താൻ സാധിക്കില്ല എന്നും അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കാൻ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ബുൾഡോസർ രാജ്, യു ഹാവ് എ സ്മോൾ വാർണിംഗ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കേരള ക്രിക്കറ്റ് ലീഗിന് തുടക്കമായി. നമ്മുടെ ജില്ലയുടെ ടീമിന് വേണ്ടി ഞാനൊരു FB പേജ് തുടങ്ങും. ഇനി യുദ്ധം. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ട് സ്ഥാനാർത്ഥിയാകും. ജുലാന മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. രാഹുലിന്റെ മീറ്റിംഗ് അറിഞ്ഞപ്പോ പ്രതീക്ഷിച്ചിരുന്നു. ഈ ആഴ്ചയിലെ വാർത്താ വിശേഷങ്ങൾ സമാപിച്ചു. നമസ്കാരം. ഓക്കെ, ബൈ. You're watching Media Village Television.
If you enjoyed this video, don't forget to like, share, and subscribe.